+2 ഓൺ എക്സാമിന് 100% ഷുവർ ആയിട്ടും നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ചാലോ? യെസ്, അത് ഇവനാണടാ. ലെറ്റ് 2x plus 3y minus 5 equal to 0 is the regression line of x on y, then bxy ഫൈൻഡ് ചെയ്യാനാണ്. അതായത് നിങ്ങളോട് x on y തന്നിട്ട് bxy ഫൈൻഡ് ചെയ്യാൻ പറയും. അതുപോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് y on x തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറയും? നമ്മളോട് by x ഫൈൻഡ് ചെയ്യാൻ പറയും. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൽ ഒന്ന് ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ എങ്ങനെയാടാ ഇത് ഫൈൻഡ് ചെയ്യുക? ഒന്നുമില്ല, bxy ഫൈൻഡ് ചെയ്യണമെങ്കിൽ x on y തന്നു, bxy ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ y-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും അത്. അതായത് ഒന്നുമില്ലടാ, ഈ ഒരു 2x plus 3y ഇതാ നോക്ക്, 2x plus 3y minus 5 equal to 0. ഇതിന് x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. അതായത് ആ 2x-നെ ഞാൻ അവിടെ വെച്ചേ, ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുവരാം. 2x ഈക്വൽ ടു എന്തായിരിക്കും? -3y, -5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആയിരിക്കും അല്ലേ. ഇനി ഈ 2-നെയും ഇവിടെ വേണ്ട അല്ലേ, 2-നെ ഞാൻ ഒഴിവാക്കുക. x ഈക്വൽ ടു 2 × 2/2 ആവും, -3/2y + 5/2. ഞാൻ എന്താ പറഞ്ഞത്? x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ y-ന്റെ കോഎഫിഷ്യന്റ്, അതായത് ആരാണ് x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ y-ന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള -3/2, അതായത് bxy എന്ന് പറഞ്ഞാൽ എത്രയാടാ? -3/2 ആണ്. ഓക്കെ, -3/2 ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലായിരുന്നു, ഇത് y on x ആണ്, അങ്ങനെങ്കിൽ byx ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ, ഇതുപോലെ നമ്മൾ 2x plus 3y minus 5 equal to 0 എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ അതിൽ ഏത് ചെയ്യും? y ഈക്വൽ ടു എന്നാ പറഞ്ഞ് എഴുതേണ്ടത്. y on x ആണെങ്കിൽ y ഈക്വൽ ടു എന്നാ പറഞ്ഞ് എഴുതേണ്ടത്. അപ്പൊ 3y ഞാൻ ഇവിടെ വെക്കും, ബാക്കിയുള്ള അങ്ങോട്ട് ഉണ്ടോ? -2x plus 5. ഇത് നോക്ക്, 3 ഒഴിവാക്കണ്ടേ? അപ്പൊ y ഈക്വൽ ടു -2/3x plus 5/3. അതായത് എന്താ വരിക? ഞാൻ പറഞ്ഞത് y ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ്, അതായത് byx ഈസ് ഈക്വൽ ടു എത്രയാണ്? -2/3 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ചെയ്യുക കേട്ടോ. വെറുതെ ഒഴിവാക്കി വിടണ്ട, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ പഠിച്ചു വെച്ചോടാ. 100% ഷുവർ ആണ് കേട്ടോ. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. സോ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.